മൂക്കുത്തി ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ആൾക്കാർ തീർച്ചയായും അത് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിനകത്തേക്കാണോ പോയത് പുറത്തേക്കാണോ പോയത് എന്ന് ഉറപ്പായും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതിനാസ്പദമായ ഒരു സംഭവമാണ് ഇപ്പോൾ കൊല്ലത്ത് നടന്നിട്ടുള്ളത്. കൊല്ലം ശാസ്താംകോട്ടയിലെ ഒരു വീട്ടമ്മ, 44 വയസ്സുള്ള വീട്ടമ്മ ശ്വാസതടസ്സവും മറ്റു ബുദ്ധിമുട്ടുകളുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുന്ന് കൊച്ചി അമൃത ഹോസ്പിറ്റലിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുകയും അവിടെ ആസ്മയ്ക്ക് ചികിത്സ തേടുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഡോക്ടർക്ക് തോന്നിയ ഒരു സംശയത്തിന്റെ പുറത്ത് ഇന്റർവെൻഷൻ പൾമനോളജി വിഭാഗത്തിലെ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു സ്കാനിങ് നടത്തുകയും ആ സ്കാനിങ്ങിൽ 12 വർഷം മുൻപേ നഷ്ടപ്പെട്ട, അതായത് ഈ വീട്ടമ്മയുടെ മൂക്കുത്തിയുടെ ആണി അത് അവരുടെ ശ്വാസകോശത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. അത് റിജിഡ് ബ്രോങ്കോസ്കോപ്പിയിലൂടെ 1 സെന്റിമീറ്റർ നീളമുള്ള ആണിയാണ് ഈ ഡോക്ടർമാരുടെ സർജറിയിലൂടെ പുറത്തെടുത്തത്. വായിലൂടെ ഉപകരണം കടത്തിവിട്ട് ശ്വാസകോശത്തിലൂടെ ഉള്ള ആണി പുറത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ മൂക്കുത്തി അണിയുമ്പോഴേ അതിൻ്റെ ആണി നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ലൂസായി കിടക്കുകയും അത് നമ്മൾ രാത്രി ഉറക്കത്തിലൊക്കെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ അത് വയക്കകത്തേക്ക് പോവുകയും അവിടുന്ന് ശ്വാസകോശത്തിലേക്ക് ചെല്ലുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇതിനും വലിയ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നേരിട്ടേണ്ടി വരും.